ബൊഗെയിൻവില്ല ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും കാണാം ചൈനയിലെയും അതുപോലെ തന്നെ തായ്ലൻഡിലെയും എല്ലാം വളരെ മനോഹരമായ ബൊഗെയിൻവില്ല ഗാർഡനുകൾ. ഇപ്പോൾ ആ കാഴ്ച കാണാനായിട്ട് നമുക്ക് തായ്ലൻഡിലും ചൈനയിലും ഒന്നും പോകണ്ട. നമുക്ക് നേരെ മണ്ണൂത്തി പോയാൽ മതി. മണ്ണൂത്തിയിൽ ചൈനയിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ബോൺസായി മൾട്ടിഗ്രാഫ്റ്റ് ബോഗൻവില്ലകൾ വളരെ വലിയ സൈസ് മുതൽ ചെറുത് വരെ നമുക്കിപ്പോൾ ലഭ്യമാണ്. കാണാനും വാങ്ങാനും നമുക്ക് പറ്റും. ഈ ഗാർഡനിൽ ചൈനയിൽ നിന്നിറക്കിയ ബോഗൻവില്ല മാത്രമല്ല, അവിടെ നിന്നുള്ള പോട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ബോൺസായിസ് വളരെ വലിയ കളക്ഷൻ ബോൺസായിൻ്റെ ഉണ്ട്. വെക്കാൻ പ്ലാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു റിസോർട്ടോ അങ്ങനെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് മണ്ണൂത്തിയിലേക്ക് വിട്ടോളൂ. ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഇവിടെ കിട്ടും. ഹായ്, എൻ്റെ പേര് ഹാഷിം എന്നാണ്. ഞാൻ കെൻസൈൻ ഗാർഡൻ സെൻറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കെൻസൈൻ മാടക്കത്തറ ബ്രാഞ്ചിലാണ്. ഞങ്ങൾക്ക് ഓൾറെഡി 4 ബ്രാഞ്ചസ് ഉണ്ട്. മണ്ണുത്തി, മാടക്കത്തറ, വെള്ളാനിക്കര, കളത്തോട്, അങ്ങനെ 4 ബ്രാഞ്ചസാണ് ഉള്ളത്. മെയിനായിട്ട് ചെയ്യുന്നത് ബോൺസൈസ്, അത് ഇമ്പോർട്ടഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ചൈനയിൽ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് വരുന്നുണ്ട്. അതിലും ഏകദേശം ഒരു 8 to 10 ഫീറ്റ് ഹൈറ്റുള്ള ഇൻഡോർ പ്ലാന്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെറാമിക് പോട്ട്സ് എല്ലാം ഡയറക്റ്റ് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് സെയിൽ ചെയ്യുന്നത്. ഇവിടെ കാണുന്ന ഏകദേശം ഒരു 80% പ്ലാന്റ്സും ചൈനയുടെ തന്നെയാണ്. അത് ഇൻഡോർ വരുന്നുണ്ട്, പിന്നെ ഈ ബോൺസൈസ് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ നമ്മൾ ലാൻഡ്സ്കേപ്പ് പ്ലാന്റ്സ് വേറെ ചെയ്യുന്നുണ്ട്. പിന്നെ സെറാമിക് പോട്ട്സ് നമ്മൾ ഹോൾസെയിലായിട്ട് ചെയ്യുന്നുണ്ട്. പോളിമർ പോട്ട്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലേ ബോൾസ് ചെയ്യുന്നുണ്ട്. മൾട്ടി കളർ വരുന്ന ബോഗൻവില്ലയാണ്. ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഇതിലും ഒരു 4-5 കളറോളം വരുന്നുണ്ട്. നല്ല ഭംഗി കാണാനായിട്ട്. നമുക്ക് മൾട്ടിഗ്രാഫ്റ്റ് ആണല്ലേ? അതായത് മൾട്ടിഗ്രാഫ്റ്റ് ബോഗൻവില്ലയാണ്. നമ്മളിതെല്ലാം ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് വരും. എല്ലാം നമ്മളിന്ന് ഫുൾ ഫ്ലവേഴ്സ് ആയിട്ട് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യും. പിന്നെ ഇവിടെ അതിൻ്റെ മാനേജ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. മഴക്കാലം ഒഴികെ ബാക്കിയുള്ള എല്ലാ സമയത്തും ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. ഡ്രോട്ട് റെസിസ്റ്റന്റ് ക്രോപ്പാണ്. ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല, പക്ഷെ എന്നും കുറച്ച് വെള്ളം കൊടുക്കാറുണ്ട്. ഇപ്പൊ വെള്ളം ഒരു 1 ഡേ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഡ്രോട്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയ ക്രോപ്പാ. എപ്പോഴും അതാണ് ഓക്കെ. സൺലൈറ്റ് എപ്പോഴും വേണം. ഒരു 6 to 8 hours ഒക്കെ നല്ല സൺലൈറ്റ് ആവശ്യമുണ്ട്. അങ്ങനെ തന്നെ ഏകദേശം ഒരു 5 to 6 കളേഴ്സ് വരുന്നുണ്ട്. ഇത് മൾട്ടിഗ്രാഫ്റ്റിലായിട്ടുള്ള ബോഗൻവില്ലയാണ്. ഒരു റൂട്ട് സ്റ്റോക്കിലോട്ട് നമ്മൾ ഒരു 5-6 കളേഴ്സ് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അവിടെയല്ലേ, ചൈനയിലല്ലേ? നമ്മളെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അതെ, എല്ലാം ഇമ്പോർട്ട് ചെയ്യണേ. ഇവിടെ പ്രൊഡക്ഷൻ ആയിട്ട് ഒന്നുമില്ല, അതിന്റെ മെയിൻ്റെനൻസ് മാത്രമേ ചെയ്യുള്ളൂ. ചൈനയിൽ നിന്നാണ് ആ ചൈനീസ് ടെക്നോളജി പ്രകാരം ഇതങ്ങനെ ചെയ്തിട്ട് ഇങ്ങോട്ട് എത്തിക്കുകയാണ്. ഇത് സിംഗിൾ കളർ ബോഗൻവില്ലയാണ്. റോസെങ്ക എന്നാണ് വെറൈറ്റി പേര്. റോസെങ്ക സിംഗിൾ കളർ മാത്രമേ ഉള്ളൂ. ഇതും നല്ല ബുഷി ആയിട്ട് നിൽക്കും. പിന്നെ ഫുൾ ഫ്ലവേഴ്സ് ഉണ്ട്. ഇതൊരു കളർ മാത്രം ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്? അതെ, ഒറ്റൊന്ന് മാത്രം. നമ്മൾ സാധാരണ വയലറ്റ് ബോഗൻവില്ലയിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും താഴത്തെ ലീഫ് നോർമൽ ബോഗൻവില്ല വയലറ്റ് കളറിൽ. പക്ഷെ ഒറ്റ കളർ മാത്രം ആയതുകൊണ്ട് മെയിൻലി അത് മാത്രമേ വരുള്ളൂ. ഇതൊരു നമുക്ക് ലോലിപോപ്പ് പോലെ അങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യാം. ഒരു റൗണ്ട് കനോപ്പിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഒരുപാട് ഹൈറ്റ് വെക്കാതെ മോൾ വശം റൗണ്ട് ഷേപ്പിലോട്ട് അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിലാണ് വളർന്നു വരിക. ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് എല്ലാം. ഇവിടെ എല്ലാ ബോഗൻവില്ലയും ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അതല്ലേ? ഈ വെറൈറ്റി അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അതെ, കളർ ഒരു വെറൈറ്റി കളറാണല്ലേ? കോമൺ കളർ അല്ല. അതെ, റോസെങ്ക എന്നാണ് പേരുടെ പേര്. പിങ്ക് പിക്സി എന്നാണ്. ഇതും ഈ താഴത്തെ ഫ്ലവർ ആണെങ്കിൽ ഇതാണ് ഇതിന്റെ ഒറിജിനൽ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിലോട്ട് ബഡ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ വെച്ചിട്ടുള്ളത്. റൂട്ട് സ്റ്റോക്ക് വരുന്ന കോമൺ നമുക്ക് ഇവിടെ കാണുന്ന സാധാ ബോഗൻവില്ല വൈറ്റ് കളറിലാണ്. അതിലോട്ട് ബഡ് ചെയ്ത കളറാണ് ഇത്. പിങ്ക് പിക്സി എന്നാണ് വെറൈറ്റി പേര്. കട്ട് ചെയ്ത് കളയും. അത് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഒരു ഭംഗി ഉണ്ടായിരിക്കും. ഒറ്റ കളറായിട്ട് കാണുമ്പോൾ കൂടുതൽ രസം. അപ്പൊ അത് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഇതിന്റെയും അത്യാവശ്യം നല്ലൊരു റൗണ്ട് കനോപ്പിയാണ് ഉള്ളത്. ഇതിന്റെ പേരെന്താ പറഞ്ഞേ? പിങ്ക് പിക്സി. അതെല്ലേ? നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയല്ലേ? ഇതും കുറച്ച് വെറൈറ്റി. ചെറിയൊരു പിങ്ക് ലൈറ്റ് ഷെയ്ഡ് ഉണ്ട് അല്ലേ? വൈറ്റ് ആൻഡ് പിങ്ക് ഷെയ്ഡ് മിക്സ് ആയിട്ട്. ഓക്കെ, ബുഷായിട്ട് പൂക്കുകയും ചെയ്യൂലേ? അതെ. ഇത് നമ്മുടെ സൺഡേ മൺഡേ ഫ്ലവർ പോലെ കളർ ചേഞ്ച് ആവുന്ന വെറൈറ്റിയാണ്. ഇത് ആക്ച്വലി ഒരു കളർ തന്നെയാണ്. അതിന് കളർ ഇപ്പം ആ ഫ്ലവറിൻ്റെ ലൈഫ് മാറും തോറും കളർ ചേഞ്ച് ആയിട്ട് വരും. അതാണ് പ്രത്യേകത. ആക്ച്വലി ഒറ്റ കളർ തന്നെ വരുന്നുള്ളൂ. ഇത് വേറൊരു വെറൈറ്റി. ഇതും കുറച്ച് പിങ്ക് കളർ ഫ്ലവേഴ്സാണ് വരുന്നത്. ഒരുമിച്ച് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിന്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആകുമ്പോൾ അത് 3-4 കളേഴ്സായി തോന്നും, പക്ഷെ സെയിം ഫ്ലവർ. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതിന്റെ പേര് സിംഗപ്പൂർ പിങ്ക് അല്ലെങ്കിൽ എലിസബത്ത് ആംഗസ് എന്ന് പറയും.
ഇത് ലീഫ് പ്രത്യേകത. ലീഫ് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ഒരു ലീഫാണ്. പിന്നെ ഫ്ലവേഴ്സ് കുറച്ച് വലിപ്പമുള്ള പിങ്ക് നമ്മൾ അതിന്റെ കുറച്ച് കളക്ഷൻ ഉണ്ട്. ഒരുമിച്ച് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഒരുമിച്ച് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എന്നിട്ടെന്ന് പറയുക ടെർമിനാലി എന്നാണ് പേര് ഇതിൻ്റെ. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റ് വെച്ച് പോകുന്ന പ്ലാന്റ് ആണ്. ബ്രാഞ്ചസും നല്ല രീതിക്ക് വൈഡായിട്ട് വരും. നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു ഷേപ്പിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. വീടിൻ്റെ ഒക്കെ സൈഡിൽ വെച്ച് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഒറ്റമരമായി നിൽക്കുമ്പോൾ വീട്ടിൽ മുറ്റത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് സൈഡിലോട്ട് വെക്കാൻ നല്ല സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ ഇങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ പോലെ അങ്ങനെ പോകും. പിന്നെ വൈഡായിട്ട് ഈ ഒരു ബ്രാഞ്ചസ് നല്ല വൈഡായിട്ട് പോകും. ഒരു പിരമിഡ് ഷേപ്പിനേക്കാൾ വൈഡായിട്ട് പോകും. നമുക്ക് കട്ട് ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഇത് വെരിഗേറ്റഡ് ആണ്. ഇത് അപ്പുറത്ത് കണ്ട സിംഗിൾ കളറാണ്. അതിനേക്കാൾ ഡിമാൻഡ് കൂടുതലും ഇത് നമ്മുടെ റേറ്റ് കുറവാണ്. പിന്നെ നമ്മള് നമുക്ക് 3 സൈസ് വരുന്നുണ്ട്. ഇത് ആ ഒരു ഗ്രോ ബാഗ് ഒക്കെ അറിയാൻ പറ്റും. ഇത് ചെറിയ സൈസാണ്, ഏറ്റവും ചെറുത്. പിന്നെ ഇത് അപ്പുറത്ത് മീഡിയം സൈസ് ഉണ്ട് കുറച്ച് ബാക്കിലായിട്ട്. ഇത് ഏറ്റവും ഹൈറ്റ് കൂടിയ സൈസാണ്. പിന്നെ 3 ടൈപ്പാണ് വരുന്നത്. 3 ഹൈറ്റ് സെറ്റ് ചെയ്യുമ്പോൾ പോട്ടിൽ വെക്കാൻ പറ്റില്ല. ഹൈറ്റ് വരും കൊണ്ട് തന്നെ പെട്ടെന്ന് മറിഞ്ഞു വീഴും. അപ്പോൾ നമ്മൾ എപ്പോഴും മണ്ണത്തിൽ സെറ്റ് ചെയ്യണം. നല്ല ഹൈറ്റ് വെക്കുന്ന ഒരു ടൈപ്പാണ്. പിന്നെ ഈ കാണുന്ന അലോക്കേഷൻ വെറൈറ്റിയാണ്. ഇതിപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. ഇതും അത്യാവശ്യം ഇവിടെ നല്ല മൂവിങ് ഉള്ള ഐറ്റമാണ്. അത്യാവശ്യം സ്റ്റോക്കും നമ്മുടെ കയ്യിലുണ്ട്. ഈ പ്ലാന്റിൻ്റെ പേര് സഫാരി ഫൈക്കസ് എന്നാണ്. ഇത് കുറച്ച് യുണീക്കായിട്ടൊരു അംബർല ഷേപ്പിൽ അങ്ങനെ പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു അംബർല ഷേപ്പ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവും. അങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഗ്രോത്ത് ഉണ്ടെങ്കിലും ഷേപ്പ് ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഒരുപാട് ഏജ് ആയി തോന്നുന്നില്ലേ ഇത്? ഇത് നല്ല ഒരുപാട് വർഷം പഴക്കം. എത്ര വർഷം പഴക്കം പറയാൻ പറ്റില്ല. ഇതൊക്കെ വലിയ കണ്ടെയ്നറിലായിരിക്കും കൊണ്ടുവരിക. നമ്മൾ ബൈ ഷിപ്പ് കൊണ്ടുപോയിട്ട് കണ്ടെയ്നേഴ്സിൽ ക്രെയിനിലാണ് ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. പിന്നെ ഒരു യുണീക്ക് ഷേപ്പിൽ അങ്ങനെ അംബ്രല്ല ഷേപ്പാണ്. ഇതും ഒരു ടൈപ്പ് ബോൺസൈ ആണ്. ഇതിന്റെ സ്റ്റെം ആണെങ്കിൽ ഇങ്ങനെ ട്വിസ്റ്റ് ആക്കി ബ്രേഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഭംഗി ഉണ്ട്. ഏറ്റവും മുകളിൽ ലീഫ് വരും, മെടഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ താഴെ ലീഫ് വരും. അപ്പൊ നമ്മളത് കളയും. കാരണം ഈ ഷേപ്പ് അങ്ങനെ വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് ഇവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കളയാണ് ചെയ്യാറ് ഈ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇവിടെയും കുറച്ച് ബോഗൻവില്ല കളക്ഷൻസ് ഉണ്ട്. അവിടെ കണ്ട പോലെ തന്നെ ഇവിടെയും ഒരുപാട് മൾട്ടി കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ അല്ല സിംഗിൾ കളേഴ്സും. ഇതെല്ലാം ഏകദേശം ഒരേ സൈസ് തന്നെയാണ് എല്ലാം. ഇതൊക്കെ എല്ലാം സൈസ് സെയിം തന്നെയാണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതിന്റെ പേര് സിംഗപ്പൂർ പിങ്ക് അല്ലെങ്കിൽ എലിസബത്ത് ആംഗസ് എന്ന് പറയും. ഇത് ലീഫ് പ്രത്യേകത. ലീഫ് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ഒരു ലീഫാണ്. പിന്നെ ഫ്ലവേഴ്സ് കുറച്ച് വലിപ്പമുള്ള പിങ്ക് ഫ്ലവേഴ്സ്. ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് അത്യാവശ്യം ബുഷിയായിട്ട് നല്ല വലിയ പൂവാണ്. നല്ല വലിയ ഫ്ലവേഴ്സിന്റെ സൈസ് അധികമാണ്. പിന്നെ നല്ല ഗ്രോത്ത് ഉണ്ട്. പിന്നെ കളർ ഒരു ഗ്രേസ് കളറാണ്, ഒരു ലൈറ്റ് റോസ് പോലത്തെ കളറാണ്. ലീഫാണ് കുറച്ച് നോർമൽ. ഈ ലീഫ് വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഗോൾഡൻ ലീഫ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഗ്രീനിലോട്ട് ഒരു യെല്ലോ ആയിട്ട്. താഴെ ഇതിന്റെ ഒറിജിനൽ ലീഫാണ്. ഇതിൽ ബഡ് ചെയ്തതാണ്. അപ്പൊ റൂട്ട് സ്റ്റോക്കിന്റെ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട വയലറ്റ് കളർ. സാധാരണ ഒരു ബോൺസൈ ടൈപ്പ് തന്നെയാണ്. താഴത്തെ സ്ട്രക്ചറായിട്ട് അറിയാം ഹാർട്ട് ഷേപ്പാണ് വരുന്നത്. ഹാർട്ട് ഷേപ്പ് ബോൺസൈ എന്നാണ് പറയുന്നത്. ആ ഒരു ഷേപ്പ് അങ്ങനെ ആക്കിയെടുത്തോണ്ട് തന്നെ ഇതിന് അത്യാവശ്യം കോസ്റ്റ് ഉണ്ട്. പിന്നെ അപ്പുറത്തേന്ന് പറയുമ്പോൾ ഒരു റിംഗ് ഷേപ്പ്, ഒരുപാട് റിംഗ് ഷേപ്പായിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഒരുപാട് അങ്ങനെ. നെക്സ്റ്റ് വരുന്നത് എസ് ഷേപ്പ് ബോൺസൈയാണ്. ഒരു എസ് ഷേപ്പ് പോലെയാണ് ഇതിന്റെ ഒരു ഷേപ്പ് വരുന്നത്. വളഞ്ഞിട്ടാണ്. ഇതൊക്കെ എല്ലാ ബോൺസൈയിൽ വരുന്ന കാറ്റഗറിയാണ്. എല്ലാത്തിനും ഷേപ്പിനനുസരിച്ച് റേറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇത് സ്റ്റെപ്പാണ് വരുന്നത്. ഇത് സ്റ്റെപ്പായിട്ട് ഈ കാണുന്നത് ഹാർട്ട് ഷേപ്പ് ബോൺസൈ ആണ്. ഇതിന്റെ സൈസ് മറ്റേത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചെറുതാണ്. റേറ്റ് കുറയും. ഷേപ്പ് രണ്ടും സെയിം തന്നെയാണ്. ഇത് എറിത്രീന എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഇതിൽ ഫ്ലവേഴ്സ് ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് ഉണ്ടാവാറ്. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. താഴെ ഈ സ്റ്റെമ്പ് മാത്രമായിട്ട് മുകളിൽ ആ കനോപ്പിയിൽ ഫ്ലവേഴ്സ് വരും. നിറച്ചും ഫ്ലവേഴ്സ് വരും. ഒരു ഓറഞ്ച് റെഡ് കളറായി ഉണ്ടായിരിക്കുക. ഇത് വേറൊരു ഷേപ്പ് ബോൺസൈ ആണ്. ഇതിൻ്റെ ഫൈക്കസ് കേജ് എന്ന് പറയും. താഴത്തെ ഷേപ്പ് നോക്കി അറിയാൻ പറ്റും. ഒരു കേജ് ഷേപ്പാണ് വരുന്നത്. മുകളിൽ ബുഷിയായിട്ട് ലീഫ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഫൈക്കസ് ഡ്രാഗൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. താഴത്തെ ഷേപ്പ് നോക്കി അറിയാൻ പറ്റും. ഒരു ഡ്രാഗണിൻ്റെ ഷേപ്പ് പോലത്തെ രീതിക്കാണ് ഇതിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഫൈക്കസ് ഡ്രാഗൺ എന്നാണ് പേര്. പിന്നെ മുകളിലോട്ട് സ്റ്റെപ്പായിട്ട്
ലീവ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും അല്ലേ? കട്ട് ചെയ്തിട്ട് ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. ഇതെല്ലാം ഡിഫറെന്റ് ഷേപ്പും ബോൺസൈ തന്നെ ഡിഫറെന്റ് ഷേപ്പിലോട്ട് ആക്കുമ്പോൾ അതിന് ഓരോ പേരുകൾ മാറും. ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് അല്ലേ? ഒരുപാടുണ്ട്. ഇതും ഒരു ബോൺസൈ തന്നെയാണ്. ഈ ഒരു നമ്മുടെ നഴ്സറിയിൽ ഏറ്റവും വലിയ ബോൺസൈ ആണ് ഇത്. നല്ല ഹൈറ്റും ഉണ്ട്. ഇത് മുകളിലോട്ട് കുറെ സ്റ്റെപ്പായിട്ട് അങ്ങനെ ഷേപ്പ് ചെയ്ത് ഒരുപാട് ഏജ് ഉണ്ടാവില്ല അതിന്റെ ഒരുപാട് ഏജ് ഉണ്ടായിരിക്കും. ഇത്ര ആയി എടുക്കാനായിട്ട് ഇത് ചോട് തന്നെ കണ്ടില്ലേ? അതെ, വർഷങ്ങൾ വളർച്ചയുണ്ട്. പോഡോകാർപ്പസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഷേപ്പ് റൗണ്ട് ഷേപ്പാണ്. പോഡോകാർപ്പസ് റൗണ്ട് ഉണ്ട്, പോഡോകാർപ്പസ് കോൺ ഉണ്ട്. ആ കാണുന്ന കോൺ ഷേപ്പാണ്. വെറൈറ്റി തന്നെയാണ്. നമ്മൾ ആ ഷേപ്പ് നമുക്ക് എങ്ങനെ വേണേലും അത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം അല്ലേ? ഇത് ഇൻഡോർ അങ്ങനെയൊന്നുമില്ല അല്ലേ? അല്ല, എല്ലാം ഔട്ട്ഡോർ ആണ്. ഔട്ട്ഡോർ ആണ്. ബോൺസൈ ഇതുപോലത്തെ പ്ലാന്റ്സിലേക്ക് നല്ല വെയിൽ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല വെയിൽ വേണം. ഔട്ട്ഡോർ ആണ്. ഇത് നമ്മൾ അവിടെ കണ്ട പോഡോകാർപ്പസ് പ്ലാന്റ് തന്നെയാണ്. അവിടെ റൗണ്ട് ഷേപ്പും കോൺ ഷേപ്പും കണ്ടു. ഇത് വേറൊരു ഷേപ്പിൽ ആക്കിയത്. ആ സെയിം പ്ലാന്റ് തന്നെയാണ്. ഷേപ്പ് അറേഞ്ച് ചെയ്യാം. കമ്പിയൊക്കെ വെച്ച് ട്വിസ്റ്റ് ആക്കിയിട്ടാണ് ആ ഷേപ്പ്. നമ്മുടെ കയ്യിൽ കാക്ടസിന്റെ ചെറിയ കളക്ഷൻ ഉണ്ട്. ഒരു 5-6 ടൈപ്പ് കാക്ടസ് ഉണ്ട്. ഈ ഒരു ഹൈറ്റ് ആയിരിക്കും ഏകദേശം വരിക. ഇത് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നവരൊക്കെ ആണ് കൂടുതലും കൊണ്ടുപോകാറുള്ളത്. കുട്ടികളുള്ളതൊക്കെ പ്രശ്നമായിരിക്കും. അതെ, ഷാർപ്പായിട്ടുള്ള മുള്ളാണുള്ളത്. നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയെ കാണാനായിട്ട്. ഇത് വേറൊരു ബോൺസൈ ആണ്. ഇത് വേറെ ബോൺസൈ ആണ്. ഇതും നല്ല ഭംഗിയെ കാണാനായിട്ട്. ഇതിന്റെ ചോട്ടിൽ എന്താ മണ്ണല്ലല്ലോ, വേറെ എന്തോ സംഭവം? ക്ലേ ബോൾസ് എന്ന് പറയും. ക്ലേ ബോൾസ് ഇട്ട് കഴിഞ്ഞാൽ അധികം വീഡ്സ് ഒന്നും വരില്ല, കളകൾ വരില്ല. പിന്നെ തണുപ്പ് കിട്ടാൻ വേണ്ടി ഹെൽപ്പിംഗ് ആണ്. നമുക്ക് മണ്ണിൽ തണുപ്പ് കിട്ടാനായിട്ട് ഏറ്റവും മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ കാണാനും ഭംഗിയായിരിക്കും. ഒരു അലങ്കാര പർപ്പസിനൊക്കെ ആയിട്ട് നല്ല ഭംഗിയെ കാണാനായിട്ട്. ഇത് ഇവിടെ സെയിലും ഉണ്ട്. 3 സൈസ് ഉണ്ട്. ഇത് ഏറ്റവും വലിയ സൈസാണ്. പിന്നെ മീഡിയം സൈസും ഏറ്റവും ചെറിയ സൈസും ഉണ്ട്. നല്ല ഭംഗി. നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ പോട്ടിൽ ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയെ കാണാനായിട്ട്. നമ്മൾ ഇത്രയും ടൈം കണ്ട ബോൺസിൽ ഏറ്റവും ചെറുതാണ് ഇത്. ഏറ്റവും ചെറിയ സൈസ് ഒരു മിനിയേച്ചർ വേർഷനായിട്ട് ഉള്ള സൈസാണ് ഇത്. ഇതും ചെറിയ പോട്ടിലൊക്കെ വൈഡ് പോട്ടിൽ സെറ്റ് ചെയ്യണം. താഴത്തെ ഒരു കട കംപ്ലീറ്റ് കാണാനായിട്ട് നമ്മൾ വൈഡ് പോട്ടിൽ സെറ്റ് ചെയ്യാറ്. നല്ല ഭംഗിയാണ്. ഏറ്റവും ചെറിയ സൈസാണ് ഇത്. ഇതും ബോൺസൈ തന്നെയാണ്. നല്ല ഭംഗി കാണാനായിട്ട് വൈഡായിട്ടാണ് നിൽക്കുന്നത്. ഇത് ഒരുപാട് ഇങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. താഴെയൊക്കെ ഭയങ്കര വലിയ കടയാണുള്ളത്. നോർമൽ ബോഗൻവില്ല തന്നെയാണ്. നമ്മൾ നാട്ടിൻപുറത്ത് കാണുന്ന ആ ഒരു കോമൺ കാണുന്ന കളർ തന്നെയാണ്. ഫുള്ളായിട്ട് ഈ ഒരു കളർ മാത്രമേ വരുന്നുള്ളൂ. സിംഗിൾ കളറാണ്. പിന്നെ ഇത് പൂനെയാണ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചൈന വെറൈറ്റി അല്ല, നമ്മുടെ നാടൻ വെറൈറ്റിയാണ്. ഒരു ബോൾ ഷേപ്പിലാക്കിയിട്ട്. അതെ, ഇതിപ്പോ ഫ്ലവറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. 2 മാസം അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോഴേക്കും ഇതും ചില്ലി വരുന്നുണ്ട്. അതെ, ചില്ലിയാണ് കൂടുതൽ വരുന്നത്. ചൈനയിൽ കൂടുതലും ചില്ലിയാന്ന് തോന്നുന്നു. അതെ, ഈ ഒരു ടൈപ്പ് വരുന്നത്. ചെറുത്, ഒരു മീഡിയം സൈസ്, ഏറ്റവും വലുത്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. എല്ലാം മൾട്ടി കളേഴ്സ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ സൈസ് കുറയുമ്പോൾ റേറ്റ് കുറയും. ഏറ്റവും സൈസ് കൂടുമ്പോൾ അതിൻ്റെ റേറ്റ് കൂടുതലായിരിക്കും. ഒരു 3-4 സൈസിലുള്ളത് ഇവിടെ അവൈലബിൾ ആണ്. ഫൈക്കസ് ആണ്. ഏകദേശം ഒരു 7 ഫീറ്റ് ഹൈറ്റ് വരെയൊക്കെ വെക്കും. നമ്മൾ ഷേപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഒരുപാട് ഹൈറ്റ് വെക്കാണ്ട് 3 സ്റ്റെപ്പായിട്ട് വെച്ചിരിക്കുകയാണ്. കട്ട് ചെയ്ത് കൊടുക്കും. ഒരു റൗണ്ട് ഷേപ്പിൽ അങ്ങനെ കട്ട് ചെയ്യും. ശരിക്കും ബോൺസൈ അല്ല, ഫൈക്കസ് ആണല്ലേ? ബോൺസൈയുടെ പോലെ പറയാൻ പറ്റില്ല. ഒരു ലീഫ് വ്യത്യാസമുണ്ട്. നമ്മൾ ഇത്രയും സമയം കണ്ട ബോൺസൈയുടെ പോലത്തെ ലീഫല്ല. ലീഫിൽ ചെറിയ വ്യത്യാസമുണ്ടല്ലേ? ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതിന്റെ പേര് ക്ലൂസിയ റോസിയ എന്ന് പറയും. ഇതിന് ഇലകൾ കണ്ടു കഴിഞ്ഞാൽ ചെറുതായിട്ട് പ്ലാവിന്റെ ഇല പോലെയൊക്കെ റിസംബ്ലിംഗ് ആണ്. ഇതിന് ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. ഒരു വൈറ്റ് ഫ്ലവർ ഉണ്ട്. ചെറിയ ഇതിലുണ്ടായിരിക്കും. ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. ചെറുതായിട്ട് സെമി ലൈറ്റ് എന്തായാലും വേണം. ഇൻഡോറിൽ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. റെക്സീന ഡ്രാക്കു എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ഇൻഡോർ ഇപ്പൊ കാണിക്കുന്ന മൊത്തം ഇൻഡോർ പ്ലാന്റ്സ് ആണ്. നല്ല ഹൈറ്റ് വെക്കുന്നല്ലേ? ഇത് ഹൈറ്റ് ഒരു 7 അടി അത്ര ഹൈറ്റ് ഒക്കെ മാക്സിമം വെക്കും. ഇത് ഒരുപാട് ലൈറ്റ് വേണ്ട. ലൈറ്റ് ഒട്ടും കഴിഞ്ഞാൽ ഇതുപോലെ ബേണിംഗ് സംഭവിക്കും. അപ്പോൾ സെമി ലൈറ്റ് മതി. ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റും. നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണല്ലേ? അതെ, നല്ല മൂവിങ് ലൈറ്റ് ആണ്. ഇതിന്റെ പല ഹൈറ്റുള്ളതും ഉണ്ട്. ഭാഗത്തേക്കൊക്കെ ഉണ്ടല്ലേ? ഹൈറ്റ് കുറഞ്ഞത് അങ്ങനെയൊക്കെ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഉണ്ട്.
ഈ കാണുന്നത് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ആണ്. ഒരു 6 ബ്രാഞ്ച് വരുന്നുണ്ട്. ഹൈറ്റ് പറഞ്ഞാൽ ഇതും ഡ്രക്സിന ട്രാക്ക് തന്നെയാണ്. ഇത് ഹൈറ്റ് കൂടിയ ഹൈറ്റും ഹൈറ്റ് കുറഞ്ഞത്. എല്ലാം ഇൻഡോർ ടൈപ്പാണ്. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇലകൾ കരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് സെമി ലൈറ്റ് പറ്റും, അല്ലെങ്കിൽ ഫുള്ള് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റും. അതിൻ്റെ കുറച്ചധികം കളക്ഷൻസ് ഉണ്ട്, പല സൈസിലുള്ളതുണ്ട്. ഇത് ഫൈക്കസ് അലി എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതും അത്യാവശ്യം നല്ല ഹൈറ്റ് വെച്ച് പോകുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ കനോപ്പി എന്ന് പറയുമ്പോൾ ഒരു പിരമിഡ് ഷേപ്പായിട്ടല്ല വരിക, ഇതുപോലെ അൺഷേപ്പായിട്ടാണ് ഹൈറ്റ് വയ്ക്കുന്നത്. പൂവുണ്ടാവോ? അല്ല, പൂവൊന്നുമില്ല. ഇത് ഇങ്ങനെ തന്നെ ലീഫി മാത്രമുള്ള പ്ലാന്റ് ആണ്. ഹൈറ്റ് അത്യാവശ്യം വെക്കും. ഇതെല്ലാം അധികം ഹൈറ്റ് വെക്കാത്ത മിനിയേച്ചർ ടൈപ്പിൽ വരുന്ന ഇൻഡോർ പ്ലാന്റ്സ് ആണ്. CC പ്ലാന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രക്സീനയുടെ പല ടൈപ്സ് ഉണ്ട്, സ്നേക്ക് പ്ലാന്റ്, ഫേൺസ്, അതൊക്കെയാണ് അങ്ങോട്ടുള്ളത്. സക്കുലൻസ് ഉണ്ട്. ഇത് ഫിഡിൽ ഫിഗ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. ഇതും അത്യാവശ്യം മൂവിങ് ലൈറ്റാണ്. ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ലീഫി മാത്രമായിട്ടാണ്. ശരിക്കും പ്ലാസ്റ്റിക് ചെടിയാണെന്ന് സംശയം തോന്നുന്നില്ല. പ്ലാസ്റ്റിക് കോട്ടിംഗ് പോലെ തോന്നുന്നു ലീഫ് കാണുമ്പോൾ. ഇത് നാഗി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫ് കണ്ട് ശരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ ലീഫ് പോലെ തോന്നിക്കും. അതുപോലത്തെ ഒരു ഗ്ലോസി ആയിട്ട് ലീഫാണ് വരുന്നത്, ഷൈനിങ് ഉള്ള പോലെ തോന്നും. ഇതും ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ നല്ലതാണ്. ഒരുപാട് ലൈറ്റ് വേണ്ട, സെമി ലൈറ്റ് വേണം. ഔട്ട്ഡോർ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇലകൾ കരിയും. പ്ലാസ്റ്റിക്കിന്റെ പോലെ നല്ല സിമിലാരിറ്റി ഉണ്ട്. ഗ്ലോസി ലീഫ് ഒന്ന് ഷൈനിങ് ഉള്ളതുകൊണ്ട് ഒന്നും കൂടി ഫിഡിൽ ഫിഗിനേക്കാൾ കൂടുതലും ഇതാണ് പ്ലാസ്റ്റിക് ആയിട്ട് തോന്നുന്നത്. ഇത് നമ്മൾ കുറച്ചുമ്പോൾ കണ്ട പോലെ തന്നെയാണ് ബ്രേഡ് ചെയ്ത് വെച്ച ബോൺസൈയുടെ ഒരു പ്ലാന്റ് ആണ്. താഴെ ഷേപ്പ് വേണം, നല്ല ഭംഗിയാ. ഒരു സ്പൈറൽ ഷേപ്പിലോട്ട് ബ്രേഡ് ആക്കി വെച്ചിരിക്കുകയാണ്. മുകളിൽ മൊത്തം ലീഫ്, അതെ, കമ്പി വെച്ച് അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഒരു സ്പൈറൽ ഷേപ്പ് പോലെയാണ് ഉള്ളത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണുമ്പോൾ, കുപ്പി പോലെ. നല്ല ഭംഗിയാ. താഴത്തെ ഷേപ്പ് പോലെ ലീഫ് ചെയ്യുമ്പോൾ കട്ടി കളയണം. മുറ്റത്തൊരെണ്ണം വെച്ചാൽ അടിപൊളിയാണല്ലേ, നല്ല ഭംഗിയാക്കി കാണാൻ. ഇതും ഒരു ടൈപ്പ് ബോൺസൈ തന്നെയാണ്. ഇതിൻ്റെ താഴത്തെ ഷേപ്പിൻ്റെ ഒരു വ്യത്യാസമാണ് ഉള്ളത്. ഒരു ഹാർട്ട് ഷേപ്പ് പോലത്തെ ഒരു ഷേപ്പിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്.